റെഡ് സീയിലെ ആക്രമണത്തിൽ നിന്ന് പാകിസ്ഥാന്റെ പുതിയ മീഡിയ റൂൾസിലേക്കും ഗാസ സമാധാന ചർച്ചകളിലെ പുതിയ വഴിത്തിരിവിൽ നിന്ന് പാകിസ്ഥാൻ ആർമിയുടെ ഡിജിറ്റൽ സ്ട്രാറ്റജിയിലേക്കും ഡൊണാൾഡ് ട്രംപിനെ ചുറ്റിപ്പറ്റിയ പുതിയ സെക്യൂരിറ്റി അലേർട്ടിലേക്കും ന്യൂസിലൻഡിലെ ഭാഷാ രാഷ്ട്രീയത്തിലേക്കും ജിയോ പൊളിറ്റിക്സ്, സെക്യൂരിറ്റി, ടെക്നോളജി, ജനാധിപത്യം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്ന പ്രധാന വാർത്തകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ഓരോ സംഭവത്തിനും പിന്നിലെ യാഥാർത്ഥ്യവും പ്രാധാന്യവും നമുക്ക് വിശദമായിട്ട് നോക്കാം. വെൽക്കം ടു ലൂക്ക. മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും റെഡ് സീയിലെ സംഘർഷവും ദിവസേന കൂടുതൽ അപകടകരമാകുകയാണ്. ഇതുവരെ അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇസ്രായേൽ എന്നിവയുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെയായിരുന്നു പ്രധാനമായും ആക്രമണങ്ങൾ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ പതാകയുള്ള ഒരു കമേഴ്ഷ്യൽ വെസൽ തന്നെ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്, അതും യമൻ തീരത്തിന് സമീപം. ഇതൊരു സാധാരണ ഷിപ്പിംഗ് ആക്സിഡന്റ് അല്ല. ഒരു പ്രൊജക്ടൈൽ സ്ട്രൈക്കിന് ശേഷം വെസൽ കടലിൽ മറിഞ്ഞ് മുങ്ങുകയായിരുന്നു. ഇന്ത്യയുടെ പതാകയേന്തിയ MSV ഫെയ്സ് നൂറെ ഒലിയ എന്ന ചരക്ക് കപ്പലാണ് മുങ്ങിയത്. എന്നാൽ വലിയ ആശ്വാസ വാർത്ത എന്താണെന്ന് വെച്ചാൽ കപ്പലിലുണ്ടായിരുന്ന 14 പേരെയും അതിൽ 13 ഇന്ത്യൻ നാവികരെയും ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ നാവികർ ഉൾപ്പെടെ 14 പേരുടെ അവസ്ഥ എന്താണ്? ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ? എന്തുകൊണ്ടാണ് നിരായുധരായ ഒരു പാവം ട്രേഡിംഗ് വെസലിന് നേരെ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായത്? ആഗോള വ്യാപാര പാതയായ ചെങ്കടലിൽ ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ എന്താണ് പരിശോധിക്കാം. ആദ്യം സംഭവം കൃത്യമായിട്ട് പറയാം. ഓഗസ്റ്റ് 4-നാണ് ഈ സംഭവം നടക്കുന്നത്. യമനിലെ ഹൊദൈദ തീരത്ത് നിന്ന് ഏകദേശം 13 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് MSV ഫൈസെ നൂറെ ഒലിയ എന്ന ഇന്ത്യൻ ഫ്ലാഗ് മെക്കനൈസ്ഡ് സെയിലിംഗ് വെസലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആഘാതം അത്ര ശക്തമായിരുന്നതിനാൽ മിനിറ്റുകൾക്കകം കപ്പൽ തലകീഴായിട്ട് മറിഞ്ഞ് കടലിൽ പൂർണ്ണമായും മുങ്ങി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വലിയ കണ്ടെയ്നർ ഷിപ്പ് അല്ല, ഇതൊരു മെക്കനൈസ്ഡ് സെയിലിംഗ് വെസൽ MSV ആണ്. ഇന്ത്യയുടെയും അറബ് രാജ്യങ്ങളുടെയും ഇടയിൽ ചരക്കുകൾ കൊണ്ടുപോകാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതിയിലുള്ള വാണിജ്യ കപ്പലുകളുടെ വിഭാഗത്തിലാണ് ഇത് പെടുന്നത്. അതിനാൽ ഈ ആക്രമണം ഒരു സാധാരണ കപ്പലിനെതിരെ അല്ല നടന്നത്. ആയുധങ്ങളൊന്നുമില്ലാതെ സാധാരണ ചരക്കുകൾ കൊണ്ടുപോകുന്ന സിവിലിയൻ വെസലിനെയാണ് ലക്ഷ്യമിട്ടത്. കപ്പലിൽ ആകെ 14 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 13 പേരും ഇന്ത്യൻ പൗരന്മാരായിരുന്നു, ഒരാൾ യമനി സ്വദേശി. ഭാഗ്യവശാൽ തൊട്ടടുത്തുണ്ടായിരുന്ന യമൻ കോസ്റ്റ് ഗാർഡും നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തി 14 പേരെയും സുരക്ഷിതമായിട്ട് മോഖ പോർട്ടിലേക്ക് മാറ്റി. പ്രാഥമിക ചികിത്സയും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ആശ്വാസം. കാരണം റെഡ് സീയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്ന പല ആക്രമണങ്ങളിലും കപ്പലുകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചില സംഭവങ്ങളിൽ ജീവനുകളും നഷ്ടമായിരുന്നു. ഈ സംഭവത്തോട് കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും വളരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൾ ഇത് യാതൊരു പ്രകോപനവും ഇല്ലാതെ നിരായുധരായ സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണമാണ് എന്ന് അപലപിച്ചു. അതോടൊപ്പം തന്നെ ഡയറക്ടർ ജനറൽ മാരിടൈം അഡ്മിനിസ്ട്രേഷന് ഉടൻ നടപടികൾ സ്വീകരിക്കാനും ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര കടൽപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കണം. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണം. റിയാദിലെ ഇന്ത്യൻ എംബസി വഴി ഡ്രൈവർമാരെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കാനുള്ള പ്രൊസീജിയേഴ്സ് നടക്കുകയാണ്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് യമനിലെ ഹൂതികളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അവിടുത്തെ പ്രാദേശിക ഉദ്യോഗസ്ഥരും റെസിസ്റ്റൻസ് സേനയും ആരോപിക്കുന്നുണ്ട്. എങ്കിലും ഔദ്യോഗികമായ ഹൂതികൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. അതേസമയം ഇന്ത്യ ഔദ്യോഗിക അന്വേഷണ ഫലം പുറത്തു വരുന്നത് വരെ ആരെയും നേരിട്ട് കുറ്റപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ സ്ഥിരീകരിച്ച വസ്തുതയും ആരോപണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് കഥ കൂടുതൽ ഗൗരവമേറിയതാകുന്നത്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് റെഡ് സീ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഷിപ്പിംഗ് കോറിഡോർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ഈ മേഖലയിലെ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയ്ക്കായിട്ട് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സഹായം നൽകാൻ ഇന്ത്യൻ യുദ്ധ കപ്പലുകളും പ്രദേശത്ത് സജ്ജമാണ്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രാറ്റജിക് അനാലിസിസ് ഒന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ചെങ്കടൽ മേഖല ഇത്രയധികം പോർവിളികൾ നിറഞ്ഞതാകുന്നത്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബാബൽ മണ്ഡപ് സ്ട്രീറ്റ് ആണ്. ലോക വ്യാപാരത്തിന്റെ 12% കടന്നു പോകുന്നത് യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഇടുങ്ങിയ കടൽപാത വഴിയാണ്. രണ്ടാമത്തെ കാരണം വർദ്ധിച്ചു വരുന്ന ഹൂതി ആക്രമണങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കൂടുന്നതിനിടെ ഇസ്രായേലുമായി ബന്ധമുള്ളതും സൗദി അറേബ്യയുമായി സഹകരിക്കുന്നതുമായ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത കാരണം ഇന്ത്യൻ നാവികർക്കുള്ള ഭീഷണിയാണ്. ലോകമെമ്പാടുമുള്ള മെർച്ചന്റ് നേവി ജീവനക്കാരിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാണ്. ഓഗസ്റ്റിൽ നടന്ന ഈ സംഭവത്തിന് തൊട്ടുമുൻപും ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിലും വെസലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇനി സാമ്പത്തിക ആഘാതമാണ്.
കപ്പലുകൾ സുരക്ഷിതമായ മറ്റു വഴികൾ നോക്കുമ്പോൾ ആഫ്രിക്കൻ വൻകര ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നു. ഇത് ഇൻഷുറൻസ് ചാർജുകളും ഫ്രൈറ്റ് നിരക്കുകളും വർദ്ധിപ്പിക്കുകയും ഇത് ഇന്ത്യയിൽ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പോലും കാരണമാവുകയും ചെയ്യും. ഒരു കാര്യം വ്യക്തമാണ്, റെഡ് സീയിലെ ഈ സംഭവം ഒരു കപ്പൽ മുങ്ങിയ വാർത്തയല്ല. ലോക വ്യാപാരത്തിന്റെ സുരക്ഷ, അന്താരാഷ്ട്ര കടൽ പാതകളുടെ ഭാവി, ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ എന്നിവയെല്ലാം ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ ഈ സംഭവത്തിൽ ഏറ്റവും വലിയ ആശ്വാസം കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും ജീവനോടെ രക്ഷിക്കാനായതാണ്. വരും ദിവസങ്ങളിൽ അന്വേഷണം എന്താണ് പുറത്തു കൊണ്ടുവരുന്നത്? റെഡ് സീ വീണ്ടും സുരക്ഷിതമാകുമോ? ഇന്ത്യ എന്തെല്ലാം പുതിയ നടപടികൾ സ്വീകരിക്കും എന്നതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തും സംഘർഷങ്ങൾ അവസാനിക്കുകയും നിരപരാധികളായ നാവികരുടെ ജീവൻ, ആരുടെയും ജീവൻ ഒരിക്കലും അപകടത്തിൽ ആകാതിരിക്കട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള വൻശക്തികൾ ഈ വിഷയത്തിൽ എന്ത് ശക്തമായ നിലപാടായിരിക്കും ഇനി സ്വീകരിക്കുക എന്നത് കണ്ടറിയണം. പാകിസ്ഥാൻ വീണ്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇത്തവണ കാരണം ഒരു ഭീകരാക്രമണമോ അതിർത്തി സംഘർഷമോ അല്ല, വിദേശ മാധ്യമ പ്രവർത്തകർക്കായിട്ട് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതാണ്. ലോകത്തിന് മുന്നിൽ തങ്ങളുടെ അടിച്ചമർത്തലുകളും വിള്ളലുകളും പുറത്തു വരാതിരിക്കാൻ ഒരു വൻ സെൻസർഷിപ്പ് നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫും സർക്കാരും പാക് സൈന്യവും. പാകിസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയ ഫോറിൻ മീഡിയ ഫെസിലിറ്റേഷൻ ഗൈഡ് ലൈൻസ് 2026 പ്രകാരം ഇനി വിദേശ മാധ്യമ പ്രവർത്തകർക്ക് രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്ക് സ്വതന്ത്രമായി പോയി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് പാക് അധിനിവേശ കശ്മീരിൽ ജനങ്ങൾ തെരുവിലിറങ്ങി നടത്തുന്ന വൻ പ്രക്ഷോഭങ്ങളെയും അടിച്ചമർത്തലുകളെയും ലോകമാധ്യമങ്ങൾ കവർ ചെയ്യുന്നത് തടയാനാണ് ഈ നീക്കമെന്ന് വ്യക്തം. ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നീ പ്രധാന നഗരങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ആദ്യം NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതായത് സർക്കാർ അനുമതി ലഭിച്ചാൽ മാത്രമേ റിപ്പോർട്ടിങ്ങിന് പോകാനാകൂ. എന്താണ് ഈ പുതിയ മീഡിയ റൂൾസ്? ഇത് ദേശീയ സുരക്ഷയ്ക്കായിട്ടുള്ള നടപടിയാണോ അതോ ലോകം കാണാതിരിക്കേണ്ട ചില കാര്യങ്ങൾ മറയ്ക്കാനുള്ള ശ്രമമാണോ? ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയാകുന്ന പാകിസ്ഥാന്റെ പുതിയ മീഡിയ റൂൾസിന്റെ പിന്നിലെ കഥ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ഫോറിൻ മീഡിയ ഫെസിലിറ്റേഷൻ ഗൈഡ് ലൈൻസ് 2026 എന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇനി മുതൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നീ 3 പ്രധാന നഗരങ്ങൾക്ക് പുറത്തേക്ക് റിപ്പോർട്ടിങ്ങിനായിട്ട് പോകണമെങ്കിൽ സർക്കാരിന്റെ എക്സ്റ്റേണൽ പബ്ലിസിറ്റി EP വിങ്ങിൽ നിന്ന് നിർബന്ധമായും ഒരു NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. 2 ഡിജിറ്റൽ പോർട്ടൽ ആൻഡ് ID കാർഡുകളാണ്. വിദേശ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും, ഫ്രീലാൻസേഴ്സും, ലോക്കൽ ഫിക്സേഴ്സും, പ്രൊഡക്ഷൻ ഹൗസുകളും ഒരു പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് QR കോഡുള്ള പുതിയ പ്രസ് അക്രഡിറ്റേഷൻ കാർഡ് വാങ്ങണം. 3 ലീഷർ ട്രിപ്പുകൾക്ക് പോലും അനുമതി വേണം. അബറ്റാബാദ്, മുറി തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വ്യക്തിഗത യാത്ര നടത്തണമെങ്കിൽ പോലും 3 ദിവസത്തിനകം NOC അപേക്ഷ നൽകി അനുമതി വാങ്ങിയിരിക്കണം. അടുത്തത് അതിര് കടന്ന നിയന്ത്രണങ്ങളാണ്. സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനും ഡിജിറ്റൽ കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്കും ഈ നിയമം ബാധകമാണ്. ചുരുക്കത്തിൽ ഇസ്ലാമാബാദ് ഭരണ കാണിച്ചു തരുന്ന ചിത്രങ്ങൾ അല്ലാതെ പുറം ലോകം പാകിസ്ഥാനിലെ മറ്റു സംഭവ വികാസങ്ങൾ കാണരുത് എന്ന് തന്നെയാണ് ഈ ഒരു നീക്കത്തിന്റെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഇത്രയും കടുപ്പമേറിയ നിയമങ്ങൾ കൊണ്ടുവന്നത്? ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ പാക് അധിനിവേശ കാശ്മീരിലെ പ്രക്ഷോഭങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് POKയിലെ റവാലാക്കോട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടുത്ത വിലക്കയറ്റത്തിനും സൈനിക അതിക്രമങ്ങൾക്കുമെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി വൻ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. പാകിസ്ഥാൻ സർക്കാർ ജനങ്ങൾക്ക് നേരെ അമിത ബലപ്രയോഗം നടത്തുന്നുവെന്നും പലരെയും കാണാതാകുന്നുവെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്തും വിദേശ മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയുമാണ് പാകിസ്ഥാൻ ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതോടെ പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം അന്താരാഷ്ട്ര തലത്തിൽ നാണം കെട്ടു. ഇതിന് പിന്നാലെയാണ് വിദേശ മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടാൻ ഈ പുതിയ NOC നയം പ്രാബല്യത്തിൽ വരുത്തിയത്. ഈ വിഷയത്തിൽ തന്ത്രപരമായ വശങ്ങളും അന്താരാഷ്ട്ര പ്രതികരണങ്ങളും എടുത്തു പറയേണ്ടതുണ്ട്. വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഒഫീഷ്യൽ സന്ദർശനങ്ങൾ നടത്താൻ ഈ റൂൾസ് സഹായിക്കുമെന്ന് പാക് ഇൻഫർമേഷൻ മന്ത്രാലയം അവകാശപ്പെടുമ്പോഴും ഇത് ഫ്രീഡം ഓഫ് പ്രസ്, മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് CPJ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരത, ബലൂചിസ്ഥാനിലെയും ഖൈബർ പഖ്തൂൻഖ്വയിലെയും സായുധ ആക്രമണങ്ങൾ, പ്രവിശ്യകളിലെ കലാപങ്ങൾ എന്നിവയെല്ലാം ലോകം അറിയുന്നത് തടയാൻ ഇതൊരു സ്റ്റേറ്റ് കൺട്രോൾഡ് മാനിപ്പുലേഷൻ ആയി മാറും.
അതേസമയം ഇന്ത്യ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 ശേഷം ജമ്മു കാശ്മീർ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ ജനങ്ങൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് കടുത്ത അടിച്ചമർത്തലുകൾ നേരിടുകയാണ് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രദേശത്ത് നടക്കുന്ന ക്രൂരതകളും പ്രതിഷേധങ്ങളും പുറം ലോകം അറിയാതിരിക്കാൻ ഇസ്ലാമാബാദ് ഭരണകൂടം കൊണ്ടുവന്ന അവസാനത്തെ കടുംകൈയാണ് ഈ പുതിയ മാധ്യമ വിലക്ക്. ഏകാധിപത്യ രാജ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ എന്ന വിദേശ മാധ്യമങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ ഇന്റർനെറ്റും സിറ്റിസൺ ജേർണലിസവും സജീവമായിരിക്കെ പൂട്ടിയിട്ട വാതിലുകൾക്കുള്ളിൽ സത്യങ്ങളെ എത്ര നാൾ പാകിസ്ഥാന് മറച്ചുവെക്കാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ കൊണ്ടുവന്ന പുതിയ ഫോറിൻ മീഡിയ ഗൈഡ് ലൈൻസ് ദേശീയ സുരക്ഷയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന നടപടിയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. അതേസമയം മാധ്യമ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് വിമർശകർ ഉയർത്തുന്നത്. ഈ രണ്ട് നിലപാടുകൾക്കിടയിൽ നടക്കുന്ന ചർച്ച തന്നെയാണ് ഇപ്പോൾ ലോകശ്രദ്ധ നേടുന്നത്. ജനാധിപത്യത്തിൽ സുരക്ഷ എത്രത്തോളം പ്രധാനമാണോ അതുപോലെ പ്രാധാന്യമുള്ളതാണ് വിശ്വസനീയവും സ്വതന്ത്രവുമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നത്. അതിനാൽ ഈ പുതിയ നിയമങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ നടപ്പാക്കുന്നു, അതിന്റെ ഫലം എന്തായിരിക്കും എന്നതാണ് ഇനി ലോകം നിരീക്ഷിക്കുന്നത്. വസ്തുതകൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങളും വിശ്വസനീയമായ റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കി മാത്രമേ നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയൂ. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിംഗിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം തെന്നിമറിഞ്ഞ് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഭൗതിക ശാസ്ത്രത്തിന്റെ ലളിതമായ ഈ നിയമം പലപ്പോഴും ഡ്രൈവർമാർ തിരിച്ചറിയുന്നത് അപകടം സംഭവിക്കുന്ന ആ നിമിഷത്തിൽ മാത്രമായിരിക്കും. ഹൈഡ്രോപ്ലേനിംഗിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ്. മണിക്കൂറിൽ 60-70 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിന് മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നിയന്ത്രണം നഷ്ടപ്പെടാം. ഇതിനു പുറമെ ടയറുകളുടെ അവസ്ഥയും വളരെ നിർണായകമാണ്. തേയ്മാനം സംഭവിച്ച ത്രെഡുകളുടെ ആഴം കുറഞ്ഞ ടയറുകൾക്ക് വെള്ളം പുറത്തേക്ക് തെറിപ്പിക്കാനുള്ള പമ്പിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. പുതിയ ടയറുകൾ സെക്കൻഡിൽ ഗാലൻ കണക്കിന് വെള്ളം പുറന്തള്ളുമ്പോൾ പഴയ ടയറുകൾ ആ വെള്ളത്തിന് മുകളിലൂടെ തെന്നി നീങ്ങാൻ മാത്രമേ ഉപകരിക്കൂ. വാഹനങ്ങളിലെ ടയർ പ്രഷറുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിലുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയും ഇവിടെ. ഗാസ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ വീണ്ടും ഉയർന്നിരിക്കുകയായിരുന്നു. അമേരിക്ക പുതിയ പീസ് പ്ലാൻ മുന്നോട്ട് വെച്ചു. ലോകം മുഴുവൻ ഒരു സീസ് ഫയർ പ്രതീക്ഷിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഒരു വാക്ക് പറഞ്ഞു. ഹമാസ് പൂർണ്ണമായും ആയുധം വെടിയാതെ ഒരു ഇസ്രായേലി സൈനികനും ഗാസ വിടില്ല. പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയ നയതന്ത്ര പോരാട്ടങ്ങളും യുദ്ധഭീതിയും ഉയരുന്ന ഒരു നിർണായക വാർത്തയാണിത്.
ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ബോർഡ് ഓഫ് പീസ് ടീമും ചേർന്ന് മുന്നോട്ട് വച്ച സമാധാന നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് ഞങ്ങൾ അംഗീകരിച്ച ഡ്രാഫ്റ്റ് അല്ല, ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി തിരികെ അയച്ചിട്ടുണ്ട് എന്നാണ് നെതന്യാഹു തുറന്നടിച്ചിരിക്കുന്നത്. ഹമാസ് പൂർണ്ണമായ ആയുധം വെച്ച് കീഴടങ്ങാതെ ഒരു ഇഞ്ച് പോലും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് നെതന്യാഹു കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹമാസ് തത്വത്തിൽ അംഗീകരിച്ച ഒരു സമാധാന കരാറിനെയാണ് ഇസ്രായേൽ ഇപ്പോൾ പരസ്യമായിട്ട് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നെതന്യാഹു ട്രംപിന്റെ പ്ലാനിനെതിരെ രംഗത്ത് വന്നത്? അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വൻ ഭിന്നതയാണോ രൂപപ്പെടുന്നത്? പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് നോക്കാം. ഏകദേശം 2 വർഷമായിട്ട് തുടരുന്ന ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഖത്തറും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുമായിട്ട് അമേരിക്കൻ ഭരണകൂടവും ട്രംപിന്റെ ബോർഡ് ഓഫ് പീസും ചേർന്ന് ഒരു സമാധാന റോഡ് മാപ്പ് തയ്യാറാക്കിയിരുന്നു. ഈ കരാർ അനുസരിച്ച് ഹമാസ് തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഉപേക്ഷിക്കാൻ തുടങ്ങണം. ഇതിന് സമാന്തരമായിട്ട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ കൈയടക്കി വച്ചിരിക്കുന്ന നിർണായക സ്ഥാനങ്ങളിൽ നിന്ന് പിന്മാറുകയും വേണം. ഹമാസ് ഈ കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെയാണ് തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ വീഡിയോ സന്ദേശവുമായിട്ട് ബെന്യാമിൻ നെതന്യാഹു രംഗത്തെത്തിയത്. ട്രംപിന്റെ ടീം അയച്ച ഡ്രാഫ്റ്റ് ഇസ്രായേൽ തള്ളിയതായിട്ട് നെതന്യാഹു പരസ്യമായിട്ട് വ്യക്തമാക്കി. ഹമാസ് സമ്പൂർണ്ണമായി ആയുധം വെക്കുകയാണ് ആദ്യം വേണ്ടത്. അത് നടക്കാതെ ഗാസയിൽ നിന്ന് ഒരു തരത്തിലുള്ള പിന്മാറ്റവും ഉണ്ടാകില്ല എന്ന് നെതന്യാഹു അടിവരയിട്ട് പറഞ്ഞു. അതായത് ആയുധം വെക്കലും സൈനിക പിന്മാറ്റവും ഒരേ സമയം നടക്കില്ല. ഹമാസ് ആദ്യം നിരായുധരാകണം എന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇവിടെയാണ് ആ ഒരു നയതന്ത്ര തർക്കം ഉടലെടുക്കുന്നത്. ട്രംപിന്റെ 20 പോയിന്റ് പീസ് പ്ലാനിന്റെ തുടർച്ചയാണ് ഈ ഒരു കരാറെന്നും ഇസ്രായേൽ ഇതിനോട് സഹകരിക്കണമെന്നും വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടിരുന്നു. കരാർ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ട്രംപ് ഭരണകൂടം കടുത്ത നിരാശയിലാകുമെന്നും US വക്താക്കൾ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ നെതന്യാഹു ഈ മുന്നറിയിപ്പുകളെ തള്ളുകയാണ് ചെയ്തത്. ഇതിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയം, ഇന്റേണൽ പൊളിറ്റിക്സ്. ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടുപിടിക്കുകയാണ്. കൂടാതെ നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ഇറ്റമർ ബെൻഗ്വീർ അടക്കമുള്ളവർ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെ കടുത്ത ഭാഷയിൽ എതിർക്കുന്നുണ്ട്. 2, ഹമാസിന്റെ സമ്പൂർണ്ണ ഉന്മൂലനം. ഹമാസിന് ഗാസയിൽ ഭരണപരമായോ സൈനികപരമായോ യാതൊരു പങ്കും ഇനി ഉണ്ടാകരുത് എന്നും അവർ പൂർണ്ണമായും നിരായുധരാകുന്നതുവരെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇത്തരം ഉന്നതതല രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോഴും ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥ ഇപ്പോഴും ദാരുണമായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് 100-ലധികം മൃതദേഹങ്ങളാണ് വീണ്ടെടുത്തത്. 2023 ഒക്ടോബറിന് ശേഷം ആരംഭിച്ച ഈ രൂക്ഷമായ യുദ്ധത്തിൽ ഇതുവരെ 73,000-ലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ ഗാസയുടെ 60%-ലധികം പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഹമാസ് തങ്ങളുടെ ഹെവി ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും ഇസ്രായേൽ പൂർണ്ണമായി ഗാസയിൽ നിന്ന് പിന്മാറാതെ തങ്ങൾ വഴങ്ങില്ല എന്ന നിലപാടിലാണ്. ചുരുക്കത്തിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഈ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കാരണം സമാധാന കരാറുകൾ വീണ്ടും വഴിമുട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഇസ്രായേലിന്റെ നിലപാട് വ്യക്തമാണ്. ഹമാസ് പൂർണ്ണമായും നിരായുധീകരാകാതെ ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറില്ല. അതേസമയം ഹമാസ് ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടാണ് തുടരുന്നത്. അതിനാൽ അമേരിക്കയുടെ പിന്തുണയോടെ മുന്നോട്ട് വന്ന പുതിയ സീസ് ഫയർ ഫ്രെയിംവർക്കിന് മുന്നിലും വലിയ വെല്ലുവിളികൾ തുടരുകയാണ്. ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഡിപ്ലോമാറ്റിക് മൂവിനാണ് ഇപ്പോൾ ബെന്യാമിൻ നെതന്യാഹു തടയിട്ടിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായി നിരായുധരാക്കുക എന്ന ലക്ഷ്യം യുദ്ധത്തിലൂടെ നേടാൻ ഇസ്രായേലിന് കഴിയുമോ? അതോ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി നെതന്യാഹുവിന് കരാറിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ? ഇതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ചുരുക്കത്തിൽ ഗാസയിലെ യുദ്ധം ഇനി വെറും സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല. ഇത് സുരക്ഷ, രാഷ്ട്രീയം, മനുഷ്യാവകാശം, നയതന്ത്രം എന്നിവയെല്ലാം ഒരേ സമയം പരീക്ഷിക്കുന്ന ഒരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ തന്റെ സുരക്ഷയെ മുൻനിർത്തുന്നു, മറുഭാഗത്ത് ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇതിനിടയിൽ അമേരിക്കയും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളും ഒരു സമവായം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആ ശ്രമങ്ങൾ വിജയിക്കുമോ അതോ ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലാകുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാൻ ആർമിയിൽ നിന്ന് അങ്ങേയറ്റം വിചിത്രവും എന്നാൽ അതിലേറെ തന്ത്രപരവുമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാട്സ്ആപ്പ് ഇനി സുരക്ഷിതമല്ലേ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്പ് ഉപേക്ഷിച്ച് ചൈനയുടെ WeChatലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ആർമി. തങ്ങളുടെ ഔദ്യോഗിക സൈനിക ആശയവിനിമയങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന വാട്സ്ആപ്പ് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ പാക് സൈനിക നേതൃത്വം സ്വന്തം ഉദ്യോഗസ്ഥർക്കും ജവാന്മാർക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പകരം അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചൈനയുടെ ഏറ്റവും വലിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള WeChat ആണ്.
അമേരിക്കൻ ടെക്നോളജിയായ വാട്സാപ്പിലൂടെ തങ്ങളുടെ സുപ്രധാന വിവരങ്ങളും മിലിറ്ററി പ്ലാനുകളും ചോർത്തപ്പെടുമെന്നുള്ള ഭയമാണ് പാകിസ്ഥാനെ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ സുരക്ഷാ കാരണങ്ങളാൽ പൂർണ്ണമായിട്ട് നിരോധിച്ച ഒരു ചൈനീസ് ആപ്പിലേക്കാണ് പാക് സൈന്യം തങ്ങളുടെ വിവരങ്ങൾ മുഴുവൻ മാറ്റുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വെറും ആപ്പ് ചേഞ്ച് മാത്രമാണോ, അതോ ഇതിന് പിന്നിൽ വലിയൊരു സെക്യൂരിറ്റി ഗെയിം നടക്കുന്നുണ്ടോ? ചൈന പാകിസ്ഥാൻ ബന്ധത്തിന്റെ പുതിയ അധ്യായമാണോ ഇത്? എന്താണ് ഈ നിർണായക മാറ്റത്തിന് പിന്നിൽ? ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ചാരപ്പണി ഇനി എങ്ങോട്ടേക്ക് നീങ്ങും? പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയ ഇന്റേണൽ ഓർഡറിൽ സൈനിക ഉദ്യോഗസ്ഥർ, ജവാന്മാർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ് എന്നിവരോട് വാട്സാപ്പ് ഉപയോഗം ഘട്ടം ഘട്ടമായിട്ട് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പകരം ഔദ്യോഗിക ആവശ്യങ്ങൾക്കും സൈനിക ഗ്രൂപ്പുകൾക്കും ചൈനീസ് ആപ്പ് ആയിട്ടുള്ള WeChat ഉപയോഗിക്കണമെന്നാണ് ചട്ടമാക്കിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വ്യക്തിപരമായ പേഴ്സണൽ യൂസിന് വാട്സാപ്പ് നിരോധിച്ചു എന്നല്ല റിപ്പോർട്ടുകൾ പറയുന്നത്. പകരം ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനാണ് പുതിയ നിർദ്ദേശം ബാധകമെന്നാണ് വിവരങ്ങൾ. അതാണ് ഈ ഒരു വിഷയത്തിലെ പ്രധാന വ്യത്യാസം. പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന കാരണം സൈബർ സെക്യൂരിറ്റിയാണ്. അടുത്ത കാലത്ത് ചില സൈബർ ആക്രമണങ്ങളും ഡിജിറ്റൽ സുരക്ഷാ ആശങ്കകളും ഉയർന്നതിനെ തുടർന്ന് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സുരക്ഷിതമാക്കണം എന്നാണ് അവരുടെ നിലപാട്. അമേരിക്കൻ ടെക് ഭീമനായ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാട്സാപ്പ്. വാട്സാപ്പിലെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സുരക്ഷിതമല്ല എന്നും പാക് ആർമിയുടെ വിവരങ്ങൾ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ട്രാക്ക് ചെയ്യാനും ഹാക്ക് ചെയ്യാനും ഇടയുണ്ട് എന്നുമാണ് പാക് കമാൻഡർമാരുടെ വിലയിരുത്തൽ. എന്നാൽ പബ്ലിക് ആയിട്ട് ഒരു ഔദ്യോഗിക വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല എങ്കിലും ഉള്ളിൽ ഈ ഒരു മാറ്റം വളരെ വേഗത്തിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു വലിയ ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ WeChat തന്നെ തിരഞ്ഞെടുത്തത്? ലോകത്ത് സിഗ്നൽ, ടെലഗ്രാം പോലെയുള്ള മറ്റു നിരവധി മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരിക്കെ ചൈനയുടെ ആപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? കാരണങ്ങൾ പലതാണ്. മൾട്ടി ഫംഗ്ഷണൽ സൂപ്പർ ആപ്പ്, അതായത് ചൈനീസ് കമ്പനിയായ ടെൻസെന്റ് വികസിപ്പിച്ച WeChat വെറും ഒരു മെസ്സേജിംഗ് ആപ്പ് മാത്രമല്ല. ടെക്സ്റ്റ്, വോയിസ്, വീഡിയോ കോളിംഗ് പുറമെ ഫയൽ ഷെയറിംഗ്, പേയ്മെന്റുകൾ, ലൊക്കേഷൻ ട്രാക്കിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു സൂപ്പർ ആപ്പാണ്. 2, ചൈന പാക് സൈനിക സഹകരണം. ഇവിടെയാണ് ഈ വാർത്തയുടെ ജിയോ പൊളിറ്റിക്കൽ ആംഗിൾ ആരംഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വളരെ വേഗത്തിൽ വളർന്നു വരികയാണ്. J-10C ഫൈറ്റർ ജെറ്റ്സ്, HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം, നേവൽ ഫ്രിഗേറ്റ്സ്, JF-17 പ്രോഗ്രാം, സാറ്റലൈറ്റ് കോർപ്പറേഷൻ, സൈബർ ടെക്നോളജി, ഇങ്ങനെ നിരവധി മേഖലകളിൽ ചൈന ഇന്ന് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളികളിൽ ഒരാളാണ്. ഇതുവരെ ചൈനയിൽ നിന്ന് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും വാങ്ങുന്നതിൽ മാത്രമായിരുന്നു ചൈന പാക് ബന്ധം. എന്നാൽ ഇപ്പോൾ അതൊരു ഡിജിറ്റൽ ഡിഫൻസ് ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനാൽ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമിലും ചൈനയുടെ സാങ്കേതിക സംവിധാനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത് ചില വിദഗ്ധർ ഈ ഒരു വലിയ ബന്ധത്തിന്റെ തുടർച്ചയായിട്ടാണ് വിലയിരുത്തുന്നത്. ഇനി ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ ആരാണ് കാണുന്നത്? അമേരിക്കൻ നിരീക്ഷണം പേടിച്ച് വാട്സാപ്പ് ഉപേക്ഷിച്ച പാകിസ്ഥാൻ സൈന്യം തങ്ങളുടെ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ ഡേറ്റയും ചൈനീസ് സർക്കാരിന്റെയും മിലിറ്ററിയുടെയും കൺട്രോളിലുള്ള ഒരു ആപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് പാക് ആർമിയുടെ ഓരോ ചലനവും ഇനി ബെയ്ജിങ്ങിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് ഇന്ത്യയുടെ നിലപാടും പാകിസ്ഥാന്റെ ശൈലിയും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യം നമ്മൾ കാണേണ്ടത്. 2020 ജൂണിൽ ഗൽവാൻ താഴ്വരയിൽ ഏറ്റുമുട്ടലിന് പിന്നാലെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ WeChat, ടിക്ടോക്ക് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്പുകൾ പൂർണ്ണമായിട്ട് നിരോധിച്ചിരുന്നു. IT ആക്ട് സെക്ഷൻ 69A പ്രകാരമായിരുന്നു ഈ ഒരു നടപടി. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചൈനയിലെ സെർവേഴ്സിലേക്ക് രഹസ്യമായിട്ട് കടത്തുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യ ഇത്രയും ആപ്പുകളെ പുറത്താക്കിയത്. ഇന്ത്യ സുരക്ഷ മുൻനിർത്തി ഒഴിവാക്കിയ അതേ WeChatനെയാണ് പാകിസ്ഥാൻ സ്വന്തം സൈന്യത്തിന്റെ ഔദ്യോഗിക ചാനലായിട്ട് സ്വീകരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് മേൽ ചൈനയ്ക്ക് എത്രത്തോളം ഡിജിറ്റൽ നിയന്ത്രണം ഉണ്ടെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആക്രമണ ഭീഷണിയുടെ നിഴലിലാണ്. കാലിഫോർണിയയിലെ ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബ് സംശയാസ്പദമായിട്ട് സെക്യൂരിറ്റി നിരീക്ഷിച്ച ഒരാൾ, വാഹനത്തിൽ നിന്ന് തോക്ക്, പിന്നീട് വീട്ടിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ. ഇത് മറ്റൊരു അസാസിനേഷൻ പ്ലോട്ട് ആയിരുന്നോ അതോ സമയത്ത് തടഞ്ഞൊരു സെക്യൂരിറ്റി ഇൻസിഡന്റ് മാത്രമായിരുന്നോ? എന്താണ് സത്യാവസ്ഥ? ആദ്യം എന്താണ് കാലിഫോർണിയയിൽ സംഭവിച്ചത് എന്ന് നോക്കാം. ലോസ് ഏഞ്ചൽസിന് സമീപമുള്ള റാൻചോ പാലോസ് വെർഡേസ് ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബിലാണ് ഈ സംഭവം നടന്നത്. റിപ്പബ്ലിക്കൻ നാഷണൽ കമ്മിറ്റിയുടെ ഫണ്ട് റേസിംഗ് അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ ട്രംപ് അവിടേക്ക് എത്താനിരിക്കുകയായിരുന്നു. എന്നാൽ ചടങ്ങുകൾക്ക് 2 ദിവസം മുൻപ് അവിടെ എത്തിയ ജെനീൻ ജോൺ താലെ എന്ന 38-കാരനായ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ അവിടെ ഉണ്ടായിരുന്ന രഹസ്യാന്വേഷണ ഏജൻസിന് സംശയം തോന്നി. ഇയാൾ ഗോൾഫ് കോഴ്സിലുടനീളം നടന്ന സെക്യൂരിറ്റി പ്ലാനുകളുടെയും ക്യാമറകളുടെയും ചിത്രങ്ങളും വീഡിയോസും പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഉടൻ തന്നെ കൗണ്ടി ഷെരീഫ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ പോക്കറ്റിൽ നിന്ന് 16 റൗണ്ട് മാരകമായ ബുള്ളറ്റുകൾ, മാഗസിൻ, കാറിൽ നിന്ന് ലോഡ് ചെയ്ത പിസ്റ്റൾസും കണ്ടെടുത്തു. തുടർന്ന് തിങ്കളാഴ്ച FBI ജോയിന്റ് ടെററിസം ടാസ്ക് ഫോഴ്സ് ഇയാളുടെ ഡൌണിയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അനധികൃതമായിട്ട് മാറ്റം വരുത്തിയ AR റൈഫിൾ, ബോഡി ആർമർ, റേഡിയോ സിഗ്നൽ ഉപകരണങ്ങൾ, ട്രംപിനെതിരെയുള്ള പരാമർശങ്ങൾ അടങ്ങിയ ഡയറി കുറിപ്പുകൾ എന്നിവയും പിടിച്ചെടുത്തു. ഈ സംഭവത്തെ ഇത്രയും ഗൗരവമായി ലോകമാധ്യമങ്ങൾ കാണാൻ പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപിന് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന വധശ്രമങ്ങളും ആക്രമണ നീക്കങ്ങളുമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ നടന്ന പ്രധാന സംഭവങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻസിഡന്റ് പെൻസിൽവാനിയ റാലിയാണ്. 2024 ജൂലൈയിലാണ് തോമസ് മാത്യു ക്ലൂക്സ് എന്ന ഒരു 20-കാരൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് നടത്തിയ വെടിവയ്പിൽ ട്രംപിന്റെ വലത് ചെവിക്ക് പരിക്കേറ്റതും ഒരാൾ കൊല്ലപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. രണ്ടാമത് ഫ്ലോറിഡ ഗോൾഫ് ക്ലബിലാണ്. സെപ്റ്റംബർ 2024 സംഭവം. റയാൻ വീസ്ലി എന്നയാൾ ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടെ റൈഫിളുമായിട്ട് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. ഇയാളെ അടുത്തിടെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്. ഇനി വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അത്താഴ വിരുന്ന് ഏപ്രിൽ 2026 സംഭവമാണ്. കോൾ തോമസ് എലൻ എന്നയാൾ ട്രംപ് പങ്കെടുത്ത വിരുന്നിലേക്ക് സുരക്ഷാ വലയം ഭേദിച്ച് ഇരച്ചു കയറാൻ ശ്രമിക്കുകയും വധശ്രമത്തിന് കേസ് നേരിടുകയും ചെയ്യുകയാണ്. ഈ പരമ്പരയിലെ ഏറ്റവും പുതിയ കണ്ണിയാണ് ഇപ്പോൾ കാലിഫോർണിയ ഗോൾഫ് ക്ലബിൽ വെച്ച് പിടിയിലായ ജനീൻ ജോൺ താലെ. നിലവിൽ ഈ സംഭവത്തിൽ ജനീൻ ജോൺ താലെക്കെതിരെ മാരകായുധങ്ങൾ കൈവശം വെച്ചതിനും റോബറി കേസിലും കോടതി കുറ്റം ചുമത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയ ഇയാൾ താൻ കുറ്റക്കാരനല്ല എന്ന് വാദിച്ചു. കോടതി ഇയാൾക്ക് $250,000 ജാമ്യം തുക നിശ്ചയിക്കുകയും ട്രംപിന്റെ ഗോൾഫ് ക്ലബിൽ പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പൊതുജനങ്ങൾക്കോ പ്രദേശവാസികൾക്കോ ഉടനടി ഭീഷണിയില്ല എന്ന് ലോസ് ഏഞ്ചലസ് ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ട്രംപിനെ ലക്ഷ്യമിട്ടാണോ ഇയാൾ സുരക്ഷാ പ്ലാനുകൾ ചോർത്തിയത് എന്നതിൽ FBI-യും സീക്രട്ട് സർവീസും വിശദമായ അന്വേഷണം നടത്തുകയാണ്. US പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സുരക്ഷാ വീഴ്ചകളും ആക്രമണ നീക്കങ്ങളും അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കടുത്ത ധ്രുവീകരണത്തെയും അക്രമവാസനയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസിലൻഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പാശ്ചാത്യ രാജ്യത്തിന്റെ ചിത്രമായിരിക്കും അല്ലെ. എന്നാൽ ഇതുവരെ ന്യൂസിലൻഡിലെ നിയമപുസ്തകത്തിൽ ഇംഗ്ലീഷ് ഒരു ഔദ്യോഗിക ഭാഷ അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാമെങ്കിലും സംഭവം സത്യമാണ്. ഇപ്പോൾ ന്യൂസിലൻഡ് പാർലമെന്റ് ഇംഗ്ലീഷിനെ തങ്ങളുടെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ബില്ല് പാസാക്കിയിരിക്കുകയാണ്. 95% ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യത്ത് ഈ നിയമം വന്നപ്പോൾ വൻ പ്രതിഷേധങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളുമാണ് ഇപ്പോൾ പുകയുന്നത്. പാർലമെന്റിൽ ഉയർന്ന അമർഷവും സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വൈറൽ പ്രസംഗവും ഇതിനെ ചൂടുപിടിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ നിയമം രാജ്യത്തെ വിഭജിക്കുന്നത്? നോക്കാം. കഴിഞ്ഞ ജൂലൈ അവസാനം ന്യൂസിലൻഡ് പാർലമെന്റ് പാസാക്കിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബില്ലിലൂടെ മാവോറി, ന്യൂസിലൻഡ് സൈൻ ലാംഗ്വേജ് എന്നിവയ്ക്കൊപ്പം ഇംഗ്ലീഷും രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചരിത്രം കൂടി നമ്മൾ അറിയണം. ന്യൂസിലൻഡിലെ തദ്ദേശീയരായ മാവോറി ജനതയുടെ ഭാഷയെ സംരക്ഷിക്കാൻ 1987 തേരിയോ മാവോറിയെ ആദ്യമായി ഔദ്യോഗിക ഭാഷയാക്കുന്നത്. 2006 സൈൻ ലാംഗ്വേജിനും ഈ പദവി നൽകി. എന്നാൽ ഇംഗ്ലീഷ് ഭാഷ അവിടെ പ്രായോഗികമായിട്ട് എല്ലാവരും ഉപയോഗിച്ചിരുന്നുവെങ്കിലും നിയമപരമായിട്ട് ഔദ്യോഗിക പദവി നൽകിയിരുന്നില്ല. കൺസർവേറ്റീവ് സഖ്യ സർക്കാരിൽ പങ്കാളികളായ ന്യൂസിലൻഡ് ഫസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യപ്രകാരമാണ് ഇപ്പോഴത്തെ ജസ്റ്റിസ് മിനിസ്റ്റർ പോൾ ഗോൾഡ്സ്മിത്ത് ഈ ബിൽ കൊണ്ടുവന്നത്. രാജ്യത്തെ 95% ആളുകൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിന് എന്തിനാണ് പെട്ടെന്ന് ഒരു ഔദ്യോഗിക പദവി കൊടുക്കുന്നത്? അത് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നാണ് പ്രതിപക്ഷവും തദ്ദേശീയ മാവോറി സമൂഹവും ആരോപിക്കുന്നത്. പാർലമെന്റിൽ ഗ്രീൻ പാർട്ടി MP തമാതെ പോൾ നടത്തിയ പ്രസംഗം ഇൻസ്റ്റഗ്രാമിൽ മാത്രം 6 മില്യണിലധികം ആളുകളാണ് കണ്ടത്. മവോറി ഭാഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു വിറയ്ക്കുന്ന ഒരുപറ്റം സ്നോഫ്ലേക്സ് ആണ് ഈ സർക്കാരിലുള്ളത് എന്നാണ് തമാത പോൾ തുറന്നടിച്ചത്. മവോറി ഭാഷ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ട ചരിത്രമുള്ളതുകൊണ്ടാണ് അതിന് പ്രത്യേക ഭരണഘടനാ സംരക്ഷണം നൽകിയത്. എന്നാൽ ഇംഗ്ലീഷിന് അത് ആവശ്യമില്ല എന്നും തദ്ദേശീയ ഭാഷയായ മവോറിയുടെ പ്രാധാന്യം കുറയ്ക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനുമാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. സർക്കാരിന് സമർപ്പിക്കപ്പെട്ട 2/3 പൊതുജനാഭിപ്രായങ്ങളും ഈ ബില്ലിനെതിരായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷ് അത് ഒഫീഷ്യൽ പദവി നൽകിയതുകൊണ്ട് അവിടെ ഭരണപരമായ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും രാഷ്ട്രീയമായും സാംസ്കാരികമായിട്ടും ന്യൂസിലൻഡിൽ വലിയൊരു സംവാദത്തിനാണ് ഈ ഒരു നിയമം വഴി തുറന്നിരിക്കുന്നത്. തദ്ദേശീയ സംസ്കാരത്തെയും ഭാഷയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഇത്തരം ഒരു നിയമം ആവശ്യമായിരുന്നു എന്നത് ഇന്നും അവിടെ തർക്ക വിഷയമാണ്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ വെല്ലുവിളികളും പുതിയ തീരുമാനങ്ങളും പുതിയ ചർച്ചകളും ഉയർന്നു വരുന്നു. എന്നാൽ ഏത് പ്രതിസന്ധിയുടെയും ഒടുവിൽ സംഭാഷണത്തിനും സമാധാനത്തിനും സഹകരണത്തിനുമാണ് ഏറ്റവും വലിയ വില. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന സംഭവങ്ങളായാലും യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി
സമീപിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. ഗുഡ് നൈറ്റ്.